ഗുഡ് മോർണിംഗ് സൺഷൈൻസ്. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗാർഡൻ സെൻറ്ററിലാണ്. സ്പ്രിംഗ് ഒക്കെ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുക. എന്തോ എനിക്ക് മാത്രം തോന്നുകയാണോ എന്ന് അറിയത്തില്ല, ഈ പൂക്കളുടെയും ചെടിയുടെയും ഇടയിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ടല്ലോ സമയമൊക്കെ അങ്ങ് സ്ലോ ഡൗൺ ആവുന്ന പോലെ തോന്നും. അതുമാത്രമല്ല, പെട്ടെന്ന് നമ്മുടെ മനസ്സൊക്കെ അങ്ങ് കാമായിട്ട് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മളെ കൂടുതൽ നമ്മുടെ മനസ്സിൽ വന്ന് നിറയും. ആ പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതും അതിലിങ്ങനെ പൂമ്പാറ്റകൾ വന്ന് നിൽക്കുന്നതും എല്ലാം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയെ ഒരു സന്തോഷം വന്ന് നിറയും അല്ലേ. ജീവിതത്തിൽ ആ തിരക്കുള്ള നിമിഷങ്ങളൊക്കെ കളഞ്ഞ് ഒന്ന് ജസ്റ്റ് പോസ് ചെയ്ത് ബ്രീത്ത് ചെയ്ത് എന്താ പറയുക, ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും. അപ്പം നമ്മൾ ആദ്യം വന്നത് ഈ മണ്ണ് മേടിക്കുന്ന സെക്ഷനിലാണ്. അതെ, ഇവിടെ നമുക്ക് പലതരം മണ്ണുകൾ കിട്ടും. പച്ചക്കറിക്കുള്ള മണ്ണുണ്ട്, പൂക്കൾക്കായിട്ടുള്ള മണ്ണുണ്ട്, അല്ലെങ്കിൽ പശുവിൻ്റെ ചാണകം ചേർത്തുള്ള മണ്ണുണ്ട്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് ചെടികൾക്ക് ചേർക്കാം. അല്ലാത്ത മണ്ണൊക്കെ ഭയങ്കര ചെളി നിറഞ്ഞ മണ്ണാണ്. അത് മാത്രമല്ല, ഈ മണ്ണിൻ്റെ ചുറ്റിനും നമ്മൾ കുറച്ച് മൾച്ചിടും. പലതരം മൾച്ചുണ്ട്. മൾച്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മരങ്ങളെല്ലാം ഇങ്ങനെ പൊട്ടിച്ച് അതിൻ്റെ ഈ എന്താ പറയുക, അതിൻ്റെ ഈ ബാർക്സൊക്കെയാണ് ഈ മൾച്ച് എന്ന് പറയുന്നത്. എനിക്ക് റോസാപ്പൂവിനോട് ഒരു പ്രത്യേക സ്നേഹമാണ്. അത് കുഞ്ഞുനാൾ തൊട്ടേ ഉള്ളതാണ്. ഏത് പൂക്കളും എനിക്കിഷ്ടമാണ്, പക്ഷേ എന്തോ റോസാപ്പൂക്കളോട് ഒരു പ്രത്യേക സ്നേഹമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് പൂവ് എന്താണ്? ഏത് പൂക്കളോടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? അല്ലെങ്കിൽ ഏത് പൂക്കളാണ് നിങ്ങളെ അങ്ങ് നിങ്ങളുടെ മനസ്സിനെയൊക്കെ അങ്ങ് സൂത്തിങ് ആക്കുന്നത്? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ചെടിയുടെ ഇടയിലൊക്കെ പോയി നിൽക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, റോസാപ്പൂക്കളോടാണ് എനിക്ക് പ്രത്യേക ഇഷ്ടം. അതിനുശേഷം നമ്മൾ കുറച്ച് ചെടിച്ചട്ടിയും കാര്യങ്ങളുമൊക്കെ നോക്കി അധികം ഒന്നും മേടിച്ചില്ല. കുറച്ച് സീഡ്സ് മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അധികം സമയം നമ്മൾ സീഡ്സ് നോക്കുന്നതിലാണ് സമയം കൊടുത്തത്. അപ്പോഴാണ് ഞാൻ ഈ ഓർക്കിഡ്സൊക്കെ കണ്ടത്. ഒരുപാട് ഓർക്കിഡിൻ്റെ കളക്ഷനുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓർക്കിഡ് ഭയങ്കര എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ നമ്മൾ അതിന് പ്രത്യേക കെയറൊക്കെ കൊടുത്ത് നോക്കിയില്ലെങ്കിൽ അത് ചീത്തയായിപ്പോവും. അപ്പം ഇവിടെ നിന്നാണ് ഞാൻ കുറച്ച് സീഡ്സൊക്കെ മേടിച്ച്, കുറച്ച് ഓർഗാനിക് സീഡ്സൊക്കെ മേടിച്ചു. കത്തിരിക്കയോ വഴുതനങ്ങ, ഓക്ര, വെണ്ടയ്ക്ക, മുളക്, എന്നിട്ട് ഇതെല്ലാം നമ്മൾ കൊണ്ട് ലോഡ് ചെയ്തു കാറിൽ. ഒക്കെയാണ് ഇതെല്ലാം ചെയ്തത്. ഞാൻ ചുമ്മാ കുറച്ച് സീഡ്സൊക്കെ പറക്കിക്കൊണ്ട് നടന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ഭാഗം നിങ്ങൾ കാണണം കേട്ടോ.